ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ റോസ്റ്റാണ്. വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാം. അത് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 10 വെളുത്തുള്ളി ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നമുക്കൊന്ന് മൂത്ത് കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു കഷ്ണം ഇഞ്ചിയും 3 പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ 3 സവാളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്നത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒരു തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി നല്ല രീതിയിലൊന്ന് വെന്തുടയുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ തക്കാളി നല്ല രീതിയിലൊന്ന് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മസാലയുടെ പച്ചമണം മാറുന്നത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമ്മൾ ഇതിലേക്ക് 1/2 കിലോ ചിക്കനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചിക്കൻ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ചിക്കനിലെ വെള്ളം ഇതിലേക്ക് ഇറങ്ങി വരുന്നതാണ്. ചിക്കനിലെ വെള്ളമൊക്കെ നല്ല രീതിയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് 5 മിനിറ്റ് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ ചിക്കൻ നല്ല രീതിയിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കനിലെ വെള്ളം ഒന്ന് വറ്റി നല്ല രീതിയിലൊന്ന് തിക്ക വന്ന വരെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. നമുക്കൊരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മളിതിലേക്ക് 2 അല്ലി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പൊറോട്ടയുടെയും നെയ്ച്ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ന്യൂ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.